നിനക്ക് പെർഫ്യൂം കിട്ടിയാ പോരെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വാ, ധൈര്യമായിട്ട് പോരെ. എടാ അങ്ങനെ ഇങ്ങനെയുള്ള പെർഫ്യൂം ഒന്നും അല്ല, ഒരു സെലിബ്രിറ്റിയാണ് നിനക്ക് പെർഫ്യൂം തരാൻ പോകുന്നത്. ഓക്കെ ബൈ. അല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇല്ലല്ലേ? എന്നാൽ ഞാൻ തന്നെ പറഞ്ഞു തരാം, എൻ്റെ കൂടെ പോരെ. വിശേഷം സുഖം. നീ എന്താ ഈ വഴിക്ക്? ഈ വഴിക്കൊക്കെ വരേണ്ടി വന്നു. വന്ന സ്ഥിതിക്ക് കഴിഞ്ഞിരിക്കട്ടെ. എന്താണ് എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം? അത് ഞാൻ ഫസ്റ്റ് ടൈമാ വരുന്നതാണ്. ഇതാണ് കൊച്ചിയിലെ താവളം. അതെ, എന്റെ സംഗീതത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ചേച്ചി? പുതിയ ബിസിനസ്, പുതിയ കാര്യങ്ങള്? അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല പുറകെ നടക്കാണ്. അതുകൊണ്ടാണ് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ അന്ന് കണ്ടതിനേക്കാൾ. ഞാൻ മണ്ണം വെച്ച് നട്ടൊരു കാണാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്? ഇത് ഞാൻ നല്ല കഴിക്കുന്നുണ്ട്. അത് തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ആയി അങ്ങനെ തന്നെ പോകണം. എന്ത് ചെയ്യുന്ന അറിയത്തില്ല. കാരണന്മാരൊരു ചെല്ല് പറയും, മനസ്സ് നന്നായാലേ വണ്ണം വെക്കും. അപ്പൊ ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ളതാ. നമ്മളൊക്കെ നേരെ ഓപ്പോസിറ്റ്. അത് കുഴപ്പമില്ല. ഡയറ്റ് ചെയ്യുന്നതിൽ നല്ലത് മനസ്സ് കുറച്ച് ദുഷിപ്പായിട്ടിരിക്കുന്നതാ. ഓക്കെ. അപ്പം ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഇവിടെ ഞാനും എന്റെ പട്ടിക്കുട്ടി ഉണ്ട്, ക്യാപ്പച്ചീനോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ബിസിനസ് ഫുൾ ഫ്ലഡ്ജ് ആയപ്പോഴത്തേക്കും സ്റ്റാഫുകളും. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോ വേറൊരു പോർഷൻ തപ്പണം. അപ്പൊ അത് തപ്പാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം നമ്മുടെ മെയിൻ സ്റ്റാഫ് മാനേജ് ചെയ്യുന്നവര് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളവര് ഇടയ്ക്ക് വന്നു പോകും. ഇന്നിപ്പോ മാനേജർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ലാബ്, ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ഗോഡൌൺ, ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ഡിസ്പാച്ച് ഏരിയ. എല്ലാം ഇവിടെ തന്നെയാണ്. അതെ, ഇപ്പൊ വീട് മാറിയത്. ഇതൊരു ഗോഡൌൺ ആയിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നപ്പോ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു കോർണറിൽ ഇരിക്കുന്ന കുറച്ചധികം സാധനങ്ങളാണ് അല്ലെ. അപ്പം ഇതാണ് ഈ താവളത്തിൽ തന്നെ ബിസിനസ് സംരംഭത്തിലേക്ക് റെന്റ് ഔട്ട് ചെയ്ത സ്പേസാ. ഇതവര് എനിക്ക് വേണ്ടി തന്നെ ഈ സ്ഥലം ഒഴിച്ചിട്ട പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വന്ന് ഇവിടെ കേറി ഈ ഒരു ഹോള് കണ്ടപ്പോഴേ കൊള്ളാം, ഇത് ഇങ്ങനെ ആക്കി എടുക്കാം. അത് വെച്ച് ഇതെല്ലാം ഞാൻ പണിയിപ്പിച്ചതാ. ഈ പുറകെ കാണുന്നതും എല്ലാം പണിയിപ്പിച്ചതാണ്. അപ്പം അപ്പൊ തന്നെ ഞാൻ ഫിക്സ് ചെയ്തായിരുന്നു ഈ ഏരിയ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കും. എന്തുകൊണ്ടാ ഇപ്പം എനിക്കറിയാം, ചക്കപ്പഴം എന്ന സീരിയലിലൂടെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന് മുന്നേ ആണെങ്കിലും മാലധാരമായിട്ടൊക്കെ ഒരുപാട് അല്ലേ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അതിന് നല്ല കമന്റ്സും നെഗറ്റീവ് കമന്റ്സും അത് ഓഫ് കോഴ്സ് ഉള്ള ആളൊക്കെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക്? കാരണം എനിക്കറിയാവുന്ന ശ്രുതി എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് വൈബ്, ഫുൾ ഓൺ ആയിട്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാളല്ല എനിക്കറിയാവുന്ന ശ്രുതി ചേച്ചി. എത്ര മുഖങ്ങൾ നീ കാണാൻ കിടക്കുന്നത്. എങ്ങനെ ഇതിലേക്ക് ഡൈവേർട്ട് ആയേ? ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റേ റോഡിൽ കൂടെ പോകുമ്പോ പെട്ടിക്കടയിൽ ഉണ്ടാവില്ലേ അത്തർ, അത് തൊട്ട് അങ്ങ് ഹൈ എൻഡ് വരെ ഉള്ളതും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവുകളോ അതിനോട് തീരെ ഇല്ല. എനിക്ക് സിനിമ തിയേറ്ററിനകത്ത് സ്മെല്ല് കൊണ്ടുവരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതായത് സിനിമയിൽ ഇപ്പൊ നമുക്കൊരു പോർഷൻ കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മഴ പെയ്യുന്ന കാണിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ മണം തിയേറ്ററിന്റെ അകത്ത് വരണം. അപ്പം അതൊരു ഭയങ്കര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ PhD ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. PGയിലെ ഞാൻ തീസിസ് വെച്ചു. അപ്പൊ എന്റെ സാറ് പറഞ്ഞു, ഇത് PhDക്ക് ഉള്ളതുണ്ട്, നീ PhDക്ക് ഇത് പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു. ശരീരത്തിൽ ഇത്രയും തലയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്നെ അങ്ങനെ പൈങ്കിളിയായിട്ട് കാണാണെന്നോ. ശ്രുതി രജനിക്കാന്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആളാണ്. പക്ഷെ ലോക്ക്ഡൌൺ വന്നു വന്നു കഴിഞ്ഞപ്പോ ചക്കപ്പഴം വന്നു. പിന്നെ എന്റെ ഡിവിയേറ്റ് ചെയ്ത് PhD നടന്നില്ല. അപ്പൊ ഒരു 2 years ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒരുമാതിരി ബ്രെയിൻ ഫ്രീസ് ആയ പോലെ എനിക്ക് തോന്നി. എന്റെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ വീട്ടുകാർക്ക് പോലും അറിയുമോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഭയങ്കര ഹൈപ്പർ ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പോ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇൻ ദ സെൻസ് ഒരു സീൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടംപോലെ നേരം വെറുതെ ഇരിക്കാനുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഞാൻ മറ്റേ റീലെടുക്കുന്നു, വെറുതെ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുന്നു, സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ പിന്നെ ഞാൻ തപ്പി അങ്ങനെ അരോമ തെറാപ്പി ആൻഡ് പെർഫ്യൂമോളജി ഓൺലൈനിൽ ഒരെണ്ണം. അതിപ്പോ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് അത് എവിടുന്നാ പഠിച്ചതെന്ന്. എനിക്ക് ഓർമ്മ പോലും ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം
അത് എന്നെ സംബന്ധിച്ച് വെറുതെ ഒരു ഹോബിയായിരുന്നു. അങ്ങനെ അരോമ തെറാപ്പി, എന്നിട്ട് ഞാൻ പിന്നെ എന്റെ അച്ഛനിലായിരുന്നു പരീക്ഷണം. അരോമ തെറാപ്പി മേടിച്ച് അച്ഛന് തലവേദനയുണ്ട്, നമുക്ക് ഇതിട്ടൊന്ന് പുകച്ചു നോക്കാം. അങ്ങനെ ഉള്ളു പുകയ്ക്കലായിരുന്നു വീട്ടില്. എനിക്ക് തോന്നുന്നു വീട്ടുകാരൊക്കെ എന്നെ കൊണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഗിന്നിപ്പന്നികൾ വീട്ടുകാരും കൂട്ടുകാരും തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പെർഫ്യൂമിന്റെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ചക്കപ്പഴത്തിലുള്ളവരായിരുന്നു. എല്ലാവർക്കും പോയി ഇത് അടിച്ചിട്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഒക്കെ കുറെ പാളിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു എന്തൂസിയാസം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഓരോ തരത്ത് പോയി കളക്ട് ചെയ്യാൻ തുടങ്ങി, ഓയിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറെ ഇടത്ത് പോയി തപ്പി, ഊട്ടിയിൽ പോയി എക്സ്ട്രാക്ട് ചെയ്യുന്നിടത്ത് പോയി അരോമ ഓയിൽ. അപ്പൊ അങ്ങനെ പോയി തപ്പി അങ്ങനെ കണ്ടുപിടിച്ച് ലാസ്റ്റ് ഒരു 3 വർഷമായി ഇതിന്റെ പുറകെ തന്നെ നടക്കുന്നു. അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ഏറെക്കുറെ. എനിക്ക് തോന്നുന്നു, ഞാനതാ പറഞ്ഞ എനിക്കറിയാവുന്ന ശ്രുതി അങ്ങനെയല്ല. പക്ഷെ ഇത്രയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെർഫ്യൂമോ എന്താ ഞാനടക്കം വളരെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന എന്റെ ഒരു സൈഡാണ്. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇടയിൽ ഞാൻ എന്റെ വീട്ടിലൊക്കെ ആയിട്ട് മുട്ടനടിയൊക്കെ ആയിരുന്നു. ഞാൻ മിണ്ടാണ്ടൊക്കെ ഇരുന്നായിരുന്നു. ഭയങ്കര വിഷയമായി. കാരണം അവരിതിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല, സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണം കഴിക്കണം കല്യാണം ഇല്ലാതെ കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ മൈൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ ഡിഫറെന്റ് പാത്ത്. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് മോളെ കല്യാണം കഴിപ്പിച്ച് വിടണം, പ്രാരാബ്ദം ഒഴിപ്പിക്കണം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ കുറെ അടിയൊക്കെ ഉണ്ടായി. പ്രാരാബ്ദം ഒഴിപ്പിക്കുക എന്നുള്ളതല്ല, മകളെ നല്ല രീതിയിൽ ഡെഫിനറ്റ്ലി അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ഈ പറയുന്നത് പോലെ അവരുടെ മക്കളും ബാക്കി എന്ന് വെച്ചാൽ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ളത്, എന്റെ സ്കൂളിൽ പഠിച്ചതും ഇളയതും എല്ലാം കല്യാണം കഴിച്ചു. എല്ലാവരുടെയും കല്യാണത്തിന് ഞാൻ പോവുകയും ചെയ്തു. അപ്പം ഓബ്വിയസ്ലി അവിടെ പോയി കാണുമ്പോഴത്തേക്കും അവർക്കും ഇതുപോലെ മണ്ഡപത്തിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടാണ്. പക്ഷെ എല്ലാവർക്കും ഓരോരോ പർപ്പസ് ഉണ്ട് ജീവിക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി ദിസ് ഇസ് മൈ പർപ്പസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കിപ്പം എന്റെ മൈൻഡും സോളും എല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പെർഫ്യൂം പ്രോജക്റ്റിലാണ്. വിവാഹത്തിനോടൊട്ടും യോജിക്കുന്നില്ല? യോജിപ്പില്ല, അതൊന്നും ഇല്ല. വിവാഹം കഴിക്കുന്നവരൊക്കെ കഴിക്കട്ടെ. എനിക്കിപ്പം എനിക്ക് പേഴ്സണലി വിവാഹം കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം നമുക്കൊരു അഡിക്ഷൻ വരില്ല. അങ്ങനെ ഒരു അഡിക്ഷനായി ബിസിനസ് തലേ കൂടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേ ബി ഏജ് എനിക്കിപ്പം മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരു 20 വയസ്സ് 21 വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിക്കുന്നതെന്ന്. കാരണം കുറച്ചും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നെന്ന് വെച്ചാല് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ റിയാലിറ്റി മനസ്സിലാക്കും. കല്യാണത്തിലല്ല കാര്യം, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മുടെ ലൈഫിന് പർപ്പസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഓൺ ദ റൺ ദൈവം സഹായിച്ച് നല്ലൊരു കമ്പാനിയൻ കിട്ടുവാണെങ്കിൽ ആ ഒരു കമ്പാനിയൻഷിപ്പ് കൊണ്ടുപോവുക എന്നുള്ളതാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അത് ഐ എം സെയിങ് ഇറ്റ് ഇൻ എ ഗുഡ് നോട്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം അത് വരുമ്പോഴത്തേക്കും എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെയും ഫ്ലറിഷ് ചെയ്യാൻ പറ്റും, കൂട്ടത്തിൽ നമുക്കൊരു കൂട്ടുമാവും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിവാഹം മാറ്റി വെച്ചു, അപ്പൊ അഭിനയം ഓർ പെർഫ്യൂം പ്രൊജക്ട് ഏതായിരിക്കും? ഏത് ത്രാസിന തൂക്കം കൂടാ? അതുപോലെ അതോ ഇതോന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടു. എന്നുവെച്ചാൽ അത് ഈ പറയുന്നത് പോലെ ഒരു ദത്തെടുത്ത കുട്ടിയാണ്. ദത്തെടുത്ത കുട്ടിയാണ് അഭിനയം എന്ന് പറയുന്നത്. ഇത് ഞാൻ പ്രസവിച്ച കുട്ടിയാണ്. ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഷോപ്പിലേക്ക് പോകണം. പക്ഷെ അതിന് മുന്നേ ഇവിടെ ഡോറ് പൊളിക്കും എന്ന് തോന്നുന്നു. ആ ക്യാപ്പച്ചീനോനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാവോ? ക്യാപ്പച്ചീനോ ഫാൻസ് ആണ് ഇവിടെ വരുന്നവര്. ഞാൻ എല്ലാരും ക്യാപ്പച്ചീനോനെ പേടിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പൂട്ടിയെടുത്തിരുന്നത്. വന്നപ്പോ കാണിച്ചു വരുന്നവരല്ല തുറന്നു നീ കടി കിട്ടി കഴിഞ്ഞാൽ നീ തുറന്നു വിടറാന്ന്. കുട്ടി മാമാ, ഞാൻ ഞെട്ടി മാമാ. ഹലോ ഹലോ. ഒന്നാമത്തെ കാര്യം ഇത്ര നേരം അടച്ചിട്ടേ കൂടെ ദേഷ്യം കാണാം. ഇനിയിപ്പോ എല്ലാരും കറക്റ്റ് ആയിട്ട് ചെല്ലേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ ചെല്ലുന്നുണ്ട്. ഹലോ ഹായ് ഹായ് കഴിഞ്ഞു. ഹായ്. അത്രേ ഉള്ളൂ. ഇപ്പൊ അവന്റെ മൈൻഡിൽ എന്താന്നറിയോ, നീ കാരണം അല്ലേടി എന്നെ പൂട്ടിയിട്ടത് എന്നാണ്. ബാ ക്യാപ്സിനെങ്കി ബാ ബാ. അത് സ്മെല്ല് പിടിക്കും. എത്രയായപ്പോ? 2.5 വയസ്സായി. 2.5 വയസ്സായി. ചെറുതലാക്കട്ടെ. മിനി പോമാന്ന് തോന്നല്ലേ? ടോയ് പോ. എങ്ങനെയുണ്ട് ഒരു പെറ്റ് പാരന്റിങ്? എങ്ങനെയുണ്ട്? വളരെ അടിപൊളിയാണ്. എന്റെ ആദ്യത്തെ പെറ്റാണ്. ഈ പറയുന്നത് പോലെ
സോ എങ്ങനെയുണ്ട് ഈ ഒരു പെറ്റ് പാരന്റിങ് ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. എന്നുവെച്ചാ ഞാൻ ഒരു ഡോഗ് പേഴ്സൺ പോയിട്ട് ഒരു പെറ്റ് പേഴ്സണേ ആയിരുന്നില്ല. എനിക്ക് പിന്നെ പൂച്ചകളെ ഇഷ്ടമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മയ്ക്ക് പൂച്ച ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിൽ അങ്ങനെ കേട്ടിലുണ്ടായിരുന്നില്ല. ഇത് ഈ പറയുന്ന പോലെ ഡിപ്രഷൻ പീക്ക് അടിച്ചപ്പോ ഒരു പെറ്റിനെ വാങ്ങണം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊരു കോക്കറ്റെയിലിനെ വാങ്ങി. അത് കിളിയും ഞാനും തമ്മിൽ ബന്ധമില്ലാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അത് അച്ഛന് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവനെ വാങ്ങണേ. അപ്പം ഇവനില്ലാതെ എനിക്ക് പറ്റൂല. എവിടെ പോയാലും ഞങ്ങള് ഒരുമിച്ചാണ്. എന്തുവാ ഇതാണ് ഏഞ്ചൽ ചേച്ചി. എന്തുവാ ചേച്ചി ഇല്ല ഈ ഏഞ്ചൽ കൊച്ചു ആലോചിക്കുക കേട്ടോ ഇത് ഏതാണെന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നീ കാരണമല്ലേടി എന്നെ ഇത്ര നേരം പൂട്ടിയിട്ടതെന്ന്. പൊതുവെ വന്നു കഴിയുമ്പോ പെട്ടെന്ന് കുറച്ചു നേരം കുറയ്ക്കെങ്കിലും പേടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ സിങ്കാവും. പിന്നെ പോകുന്നത് ഇഷ്ടമില്ല. ഇത് ഇപ്പം ഈ പറയുന്ന പോലെ പൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും വെളിയിൽ വന്ന് ആരോ നമ്മളെ ആക്രമിക്കാനുള്ളതാണ് എന്നുള്ള സെറ്റപ്പിലാണ്. അതുകൊണ്ട് സമ്മതിക്കൂല. ഞാൻ ഇപ്പൊ നല്ല ഉറക്കത്തിലാണെങ്കിൽ എന്റെ അടുക്കൽ തന്നെ കിടക്കുള്ളൂ. അപ്പൊ എന്റെ അച്ഛനെ അമ്മേനെയും പോലും അടുത്ത് വരുത്തൂല, കുറച്ച് കടിക്കാൻ ചെല്ലും. ഞാൻ നല്ല സ്ലീപ്പ് ആണെങ്കിൽ ആരെയും സമ്മതിക്കില്ല. അപ്പം ഞങ്ങളുടെ ശ്രുതിമോളുടെ അല്ലെ പ്രൊട്രാക്ടറാണ്. അപ്പൊ ഇവിടെ മാനേജർ ഉണ്ടെന്ന് പറഞ്ഞു. ആളെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും വരുമെന്തോ. ഞങ്ങൾക്ക് ഒരു 5-6 പേരുണ്ട് കേട്ടോ സ്റ്റാഫ്. ഇവിടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോ ഒറ്റ എണ്ണത്തിനെയും കാണുന്നില്ല. എല്ലാരും പോയി കൂട്ടിക്കേറി. ഒരാള് മാത്രം ധൈര്യസമേതം നിൽക്കുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഞാൻ ചീത്ത വിളിച്ചാലോന്ന് വെച്ചിട്ടായിരിക്കും. അത്രയും ധൈര്യത്തിൽ നിൽക്കുന്ന ആളല്ലേ. ഇതാണ് ശ്രീ. ഉറക്കത്തിൽ നിന്ന് ഇറക്കുകയും ശ്രീയാണ് നമ്മുടെ മാനേജ് ചെയ്യുന്നത്. ശ്രീനെ തുടരുത്. അപ്പം ഇതാണ് നമ്മുടെ മാനേജർ ശ്രീ. എങ്ങനെയാണ് ഈ ശ്രീയിലേക്ക് എത്തപ്പെട്ടത്? ശ്രീ ഞങ്ങള് ആക്ച്വലി ഫ്രണ്ട്സ് ആണ്. ഇവര് 3 പേരുണ്ട് ആക്ച്വലി. 2 വിഷ്ണുമാരും കൂടെ ഉണ്ട്. അപ്പം നമ്മള് ഇപ്പൊ ഒരു 2 years കഴിഞ്ഞല്ലേ? 2 yearsന് മേലെയായിട്ട് നമ്മള് കമ്പനി ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇപ്പം ഇവര് തന്നെ ഇങ്ങോട്ടേക്ക് വോളണ്ടിയർലി ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ ഭാഗമാകണം എന്ന് പറഞ്ഞത് കൊണ്ട് അവരുടെ നിർബന്ധപ്രകാരം അങ്ങനല്ല കേട്ടോ. നമുക്ക് ഈ പറയുന്ന പോലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരത് വോളണ്ടിയർലി പറഞ്ഞപ്പം എനിക്ക് അത്രയും കൂടെ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് പിന്നെ അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് വേറൊരാളെ തപ്പി ഇന്റർവ്യൂ ചെയ്ത് ഇത് നടക്കുമോ നടപടിയാവില്ല എന്നൊന്നും ഓർക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ ശ്രീ മാനേജ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഡിസൈനിങ്ങും നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്നത് ശ്രീ തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ ശ്രുതി എന്ന് പറയുന്ന അഭിനേതാവിനെയും കണ്ടിട്ടുണ്ട്, ബിസിനസ് സംരംഭകനെയും കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം പൊളിഞ്ഞിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. 3 ഫേസ് കണ്ടിട്ടുണ്ട്. നമുക്ക് അഭിനേതാവാണോ അതോ ബിസിനസ് വുമൺ ആണോ? ഏതിലാണ് നിങ്ങൾ കൂടുതൽ നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ചേച്ചീനെ പേഴ്സണലി ആയിട്ടുള്ള രീതിയിലാണല്ലോ. അഭിനയിക്കുന്നതിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല. മീൻസ് ചേച്ചിനെ പരിചയപ്പെട്ട് കണ്ടിട്ട് എനിക്ക് അതിന് മുന്നേ ഞാൻ ചക്കപ്പഴം കാണുമായിരുന്നു. എനിക്കത് ഞങ്ങൾ പരിചയപ്പെട്ട് ഞാൻ പിന്നെ ചക്കപ്പഴം അതെല്ലാരും അങ്ങനെ കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കണ്ടോ എവിടെ അത് ചെയ്തു കഴിഞ്ഞു തീർന്നു. അതിന് മുന്നേ ആ പ്രോഗ്രാം ചിലപ്പോൾ നമ്മൾ കാണും. അല്ല മേ ബി ഇപ്പൊ നിങ്ങൾ മീഡിയ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിന്റെ ഫൈനൽ കാണാനുള്ള ഒരു അങ്ങനെയാണ് ആക്ച്വലി തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ ചേച്ചി ഇപ്പൊ പോയി കഴിഞ്ഞിട്ട് ഷൂട്ടിന്റെ കഥയൊക്കെ ഇവിടെ ഒന്ന് പറയും. പിന്നെ നമുക്ക് ആ എപ്പിസോഡ് കാണേണ്ട ആവശ്യമില്ല. കഥയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് അല്ല നമ്മൾ അവിടെ പോവാറുണ്ട്, ലൊക്കേഷനിൽ പോവാറുണ്ട്. അപ്പോഴും നമ്മളിത് കാണുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പനി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എല്ലാ കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ ചില സമയത്ത് അതൊന്നുകൂടെ പറയരുതെന്നുള്ള എക്സ്പ്രഷൻ. അങ്ങനെയല്ല, സ്ട്രിക്റ്റ് അല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിന്റേതായ ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ താങ്ക് യു ശ്രീ. അപ്പം ഞങ്ങളൊന്ന് പുറത്തു പോവാണ്. നമ്മുടെ പനമ്പള്ളി നേരിലുള്ള ഷോപ്പിലൊക്കെ ഒന്ന് പോയി കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്ത് നിന്നു. കൊണ്ടുപോണ്ടോ ശ്രീയുടെ കൂടെ നിന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ പോണുള്ളൂ. അപ്പൊ നമുക്ക് എന്നാ പോയാലോ? ബൈ. പാലെ പിടിച്ചൊക്കെ ഞാൻ കറക്കി എടുക്കുന്നത്. അതെ നല്ല ഓൾറെഡി നീ കാരണം അകത്ത് കയറി കിടന്നാലും ദേഷ്യം മൊത്തം ഉണ്ടാവന്.
പാപ്പ പറപ്പിച്ച് വിട് പാപ്പ. രാത്രിയാ ഞങ്ങൾ മുറിക്കുന്നത്, ബർത്ത്ഡേ കഴിയാറായപ്പോഴാ. അപ്പൊ ചേട്ടന് പിന്നെ സ്വന്തമായിട്ട് സ്വന്തം ബർത്ത്ഡേ ആണെന്ന് ഓർമ്മയില്ല. അതൊരു ഗുണമുണ്ട്. അത് കാരണം സർപ്രൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഒന്നാമത്തെ കാര്യം പെണ്ണുങ്ങളും കൂടെ വിചാരിക്കണം, ഇത് വെറുതെ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഈ അങ്ങോട്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളപ്പോഴത്തേക്കും ബാക്കി നമ്മൾ ഇവിടെ കിടന്ന് എത്ര ഘോരം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല.